ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഈ വിശുദ്ധ ദിവസത്തിൽ സെലസ്റ്റിയൽ ഹാർട്ട് കൂട്ടായ്മയിലൂടെ ദൈവവചനം പങ്കുവെക്കാനായി എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശു ക്രിസ്തു ഒരു ശബത്തിൽ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇതിൻ്റെ 12-13 വാക്യങ്ങളിൽ യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ യേശു ചെയ്ത ഒരു അത്ഭുതമാണിത്. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ കേവലം അത്ഭുതങ്ങൾ മാത്രമല്ല, അത് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഇവിടെ 18 സംവത്സരമായി രോഗം ബാധിച്ച കൂനിയായ സ്ത്രീയെ കർത്താവ് അതിൽ നിന്നൊരു വിടുതൽ നൽകുന്നു. എന്താണ് വിടുതൽ? പല കാര്യങ്ങളിൽ നിന്ന് നാം വിടുതൽ ആഗ്രഹിക്കുന്നവരാണ്. ചിലർക്ക് രോഗത്തിൽ നിന്നുള്ള വിടുതൽ, കടബാധ്യത, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലാണ് വിടുതൽ ആവശ്യമായിരിക്കുന്നത്. പല ബന്ധനങ്ങളിൽ നിന്നുമുള്ള ഒരു വിടുതൽ. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ശരീരത്തിൻ്റെ കൂനിൽ നിന്നുമുള്ള ഒരു വിടുതലാണ് യേശു കൊടുത്തത്. ഒരുപക്ഷെ ഇത്രയും നാൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം ലഭിക്കാഞ്ഞതിനാൽ അവൾ പരിഭവിച്ചേക്കാം. യേശു കർത്താവ് അവൾക്ക് നൽകിയ വിടുതലിലൂടെ അവളുടെ തളർന്ന മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുന്നു. അവൾ തന്നോടും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധങ്ങളിലേക്ക് വരികയും ചെയ്തു. ഒരു വഴിയും ഇല്ലാത്തടത്ത് വഴി തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവമക്കൾ നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ 16-ാം വാക്യത്തിൽ ഇവളെ അബ്രഹാമിൻ്റെ മകളെന്ന് സംബോധന ചെയ്യുന്നു. അവളെ ഇങ്ങനെ സംബോധന ചെയ്യുന്നതിൻ്റെ 2 പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, അവളുടെ ദേവാലയ ബന്ധം വളരെ ശ്രേഷ്ഠമായിരുന്നു. പതിവായി ദേവാലയത്തിൽ അവൾ വന്നിരുന്നു. ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും മധ്യത്തിലും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും അവൾ ദേവാലയവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചു. അവളുടെ കൂന് അതിനൊരു തടസ്സമായില്ല. അബ്രഹാമിൻ്റെ മകൾ എന്ന് സംബോധന ചെയ്യുവാൻ തക്കവണ്ണം അവൾ യേശു കർത്താവുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ സഹായിച്ചു. രണ്ടാമതായി, ദൈവവചനം കേൾക്കുവാനുള്ള ആഗ്രഹം. ദേവാലയത്തിൽ പതിവായി വന്നിരുന്ന ഇവൾക്ക് വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും അത് പഠിക്കുവാനും അതിലൂടെ ദൈവിക സാന്നിധ്യം കൂടുതലായി അനുഭവിപ്പാനും സാധിച്ചു. അവളുടെ ബലഹീനതയെക്കാളിലും കൂടുതലായി അവൾ ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനുമുള്ള താൽപ്പര്യം കാണിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാൻ പ്രാപ്തയായി. അവളിലുള്ള ഒരു ശ്രേഷ്ഠ ഗുണം സൗമ്യതയാണ്. നോമ്പിൻ്റെ ഈ കാലയളവിൽ നമുക്ക് നമ്മുടെ ബലഹീനതകളെ ഓർക്കാതെ ആ കൂനിയായ സ്ത്രീ തന്നെ സമർപ്പിച്ചതുപോലെ ദൈവരാജ്യ കെട്ടുപണിക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.